Welcome to the video. ഈ വീഡിയോയിൽ യൂസ് ഓഫ് ക്യാൻ ആൻഡ് കുഡ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് റൈറ്റിംഗ് ഓർ ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് ലെവൽ. നമ്മൾ പ്രധാനമായിട്ട് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയിലൂടെയൊക്കെ. കാരണം റൈറ്റിംഗ് ഇംപ്രൂവ് ആയാൽ നിങ്ങൾക്ക് ലെസ് ആൻഡ് ലെസ് എഫേർട്ട് മതി സ്പീക്കിംഗ് നേടിയെടുക്കാൻ. അത് അങ്ങനെ അല്ല, സ്പീക്കിങ്ങിന് ഗ്രാമർ റൂൾസ് എല്ലാം അറിയണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അതിൻ്റെ ചില ഓരോരുത്തർക്കും ഓരോരോ മെത്തേഡ് മതി. റൈറ്റിംഗ് ആവശ്യമേ ഇല്ല. സ്പീക്കിംഗ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റൈറ്റിംഗ് ആവശ്യമുണ്ട് എങ്കിൽ, റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ ലെസ് എഫേർട്ടിലൂടെ തന്നെ സ്പീക്കിംഗ് കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റിങ്ങിന് സമയമുള്ളപ്പോൾ 30 minutes or 20 minutes a day. 30 minutes is suitable. പക്ഷേ ചിലർക്ക് 30 minutes പറ്റില്ല എന്നുണ്ടെങ്കിൽ 20 minutes without any distraction, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ. അതുപോലെ തന്നെ എ നോട്ട്ബുക്ക് പ്ലസ് 1 pen ആൻഡ് റൈറ്റ്. എവറിത്തിങ് വി ക്യാൻ അച്ചീവ് വിത്ത് സിൻസിയർ എഫേർട്ട്, വിത്ത് കോൺഷ്യസ് എഫേർട്ട്. ഇപ്പൊ ക്യാൻ ആൻഡ് കുഡ് സെന്റൻസുകൾ മനസ്സിലാക്കാം. വി ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ഈ ക്യാനും കുഡൊക്കെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യനുകളിൽ വരുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കണം. കാരണം സ്പീക്കിംഗ് ആയാലും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും ഒക്കെ ഇറ്റ് വിൽ ഹെൽപ്പ് യു. വി ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കുറച്ച് ഫ്രണ്ട്സ് ഇരിക്കുന്നു, നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്നുള്ള ഇമാജിനറി സിറ്റുവേഷൻ. റൈറ്റ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആൾസോ. എവറിത്തിങ് യു. നിങ്ങൾ തന്നെ എഴുതുക എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, എന്തൊക്കെ ആൻസർ ആണ് പറയേണ്ടത്. ക്യാൻ യു പ്ലേ ക്രിക്കറ്റ്? നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ പോകുന്നു, കളിക്കാൻ ഒരാളുടെ കുറവുണ്ട്, ഓപ്പോസിറ്റ് ഒരു ഫ്രണ്ട് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ക്യാൻ യു പ്ലേ ക്രിക്കറ്റ്? യെസ് ഐ ക്യാൻ. ദെൻ കം വിത്ത് us എന്ന് പറയാം. ക്യാൻ യു പ്ലേ ടെന്നീസ്? ക്യാൻ യു പ്ലേ ചെസ്? വേറെ നിറച്ച് സ്പോർട്സ് ഉണ്ട്. ഓരോ നെയിം വെച്ച് എഴുതുക. ഇല്ല സ്പോർട്സ് വേണ്ട, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത്. ക്യാൻ യു പ്ലേ ക്രിക്കറ്റ്? യെസ് ഐ ക്യാൻ. ഇനി വേറൊരു ആൻസറും ഉണ്ട്. അതെന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോന്നും വരും. നോ ഐ കനോട്ട്. ക്യാൻ മോഡൽ ഓക്സിലറി ആയതുകൊണ്ട് അത് വെച്ച് തുടങ്ങുന്നതാണ്. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഡബ്ല്യു വെച്ച് ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ക്യാൻ യു ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ? ക്യാൻ യു ഗിവ് മീ സംതിങ് ടു ഈറ്റ്? എന്ത് വേണേ ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതുക. ക്യാൻ യു ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ യെസ് ഐ ക്യാൻ എന്ന് തന്നെ പറയുക. ഇനി നോ എന്ന് എഴുതണമെങ്കിൽ എഴുതാം, കാരണം 2 ആൻസർ ഉള്ളത് കൊണ്ട്. ക്യാൻ യു ഡ്രൈവ്? നിനക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു ഡ്രൈവ്? യെസ് ഐ ക്യാൻ. ഇനി വേറൊരു ആൻസർ എന്താ? നോ ഐ കനോട്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം, ക്യാൻ യു ഡ്രൈവ്? നോ ഐ കനോട്ട്. യു നോ ഐ ക്യാൻ ഡ്രൈവ് എന്ന് പറയാം. എക്സ്റ്റെൻഡ് ആയിട്ട് കൊണ്ടുപോവുക സെന്റൻസുകൾ എല്ലാം. എവറിത്തിങ് അപ് ടു യു. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇത് ആർക്കും കാണിച്ചു കൊടുക്കല്ല. സെൽഫ് ഇവാലുവേഷൻ ഓൺലി. നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ക്യാൻ യു ഡ്രൈവ്? ക്യാൻ യു സ്വിം? ക്യാൻ യു ഡാൻസ്? എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ആൻസറുകൾ രണ്ടും എഴുതുക. ക്യാൻ യു ഹെൽപ്പ് മീ? ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ എന്നുള്ള ആൻസറും ഉണ്ട്. നോ ഐ കനോട്ട് എന്നുള്ള ആൻസറും ഉണ്ട്. ഏത് വേണമെങ്കിലും പറയാം. ക്യാൻ യു ഹെൽപ്പ് മീ ടു ലേൺ ദിസ് എന്ന് ചോദിച്ചാൽ
എപ്പോഴും പറയേണ്ടത് യെസ് ഐ ക്യാൻ എന്നാണ്. വാട്ട് ഡു യു വാണ്ട് ടു ലേൺ? വാട്ട് ഡു യു വാണ്ട് ടു ലേൺ? വാട്ട്സ് യുവർ ഡൗട്ട്? വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ? എന്ത് വേണമെങ്കിലും കുറച്ച് സെന്റൻസുകൾ എഴുതുക. തെറ്റോ ശരിയോ എന്നുള്ളതല്ല, എഴുതുക, അത് പറയുക. ക്യാൻ യു ഹെൽപ്പ് മീ? ഇനി നിങ്ങളോട് ക്യാൻ യു ഹെൽപ്പ് മീ? പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് എന്ന് ഞാൻ പറയുന്നു. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ യു. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും അത് നിങ്ങൾ മനസ്സിൽ പറയുക. സീമ ഡിഡ്ന്റ് പാസ് ദ എക്സാം ബിക്കോസ് ഷീ കുഡന്റ് ആൻസർ മെനി ക്വസ്റ്റ്യൻസ്. ഇവിടെ ഈ ഒരു കോംപ്ലക്സ് സെന്റൻസിൽ ഫസ്റ്റ് പാർട്ട് പാസ്റ്റ് ടെൻസിലാണ്. ഡിഡ് എന്ന് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളതാണ്. അത് നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ടാണ് ഡിഡ് എന്ന് ചേർത്തിരിക്കുന്നത്. ഡിഡ് നോട്ട് പാസ്. സീമ ഡിഡ് നോട്ട് പാസ് ദ എക്സാം. എന്താ കാരണം? ഷീ കുഡന്റ് ആൻസർ മെനി ക്വസ്റ്റ്യൻസ്. അവൾക്ക് കുറെ ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ എഴുതാൻ കഴിഞ്ഞില്ല. പാസ്റ്റ് ടെൻസ് ആണ് ഫസ്റ്റ് പാർട്ട്, അതുകൊണ്ട് തന്നെ കുഡ് തന്നെ അവിടെ എഴുതാൻ പറ്റുള്ളൂ. കുഡിന്റ് ആൻസർ മെനി ക്വസ്റ്റ്യൻസ്. ഇനി ഈ കുഡിന്റ് പ്ലേ വെരി വെൽ എന്നുള്ള തരത്തിൽ വരുന്ന ഒരു സെന്റൻസ് നിങ്ങൾ മറ്റേ പാർട്ട് നിങ്ങൾ തന്നെ എഴുതണം. എന്ത് വരും എന്നുള്ളത് എക്സാം ഒന്നും വേണ്ട, മാറ്റം വരുത്തിക്കൊണ്ട് ഈ പാർട്ട് എന്ത് വരണം? വി കുഡിന്റ് പ്ലേ വെൽ. ഞങ്ങൾക്ക് നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെ എന്ത് പാർട്ട് വരണം അവിടെ? അതുകൊണ്ടാണ് ഞങ്ങൾ കളിയിൽ ജയിക്കാതിരുന്നത് എന്നെഴുതാൻ പറ്റുമോ? ഇങ്ങനെ സെന്റൻസ് മാറ്റി മാറ്റി എഴുതാൻ പറ്റുമോ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും, പിന്നെ അത് മറക്കില്ല. ക്യാൻ ഓർ കുഡ്. ക്യാൻ യു ടേൺ ഓഫ് ദ റേഡിയോ? ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ക്യാനോ കുഡ്നോ രണ്ടും കൂടി ഉപയോഗിക്കരുത്, ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. കുഡ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ച് മോർ റെസ്പെക്ട്ഫുൾ ആണ്. ക്യാൻ എന്നും ഉപയോഗിക്കാം, രണ്ടിലും തെറ്റില്ല, രണ്ടും ഈക്വൽ ആണ്. Can you turn off the radio? I am not listening it. Please, could you please turn off the radio? Could you please turn off the radio? Can you please turn off the radio? എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഇത് ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യെസ് അല്ലെങ്കിൽ നോ വെച്ചുകൊണ്ട് ആൻസർ വരും. അത് നിങ്ങൾ രണ്ടും എഴുതുക ആൻസറുകൾ. Can you turn off the radio? I am not listening it. Could you turn off the radio? Could you turn off the TV? I am not watching it. അവിടെ യെസ് നോ പറയാം. അങ്ങനെ കുറച്ച് സെന്റൻസുകൾ എഴുതുക. Can you give me your phone number? എൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാൻ കഴിയുമോ? Could you give me your phone number? Could റെസ്പെക്ട്ഫുൾ ആണത്. അങ്ങനെ അത് ഉപയോഗിച്ച് ചോദിക്കുകയാണെങ്കിൽ Could you give me your phone number? No, I cannot. Can you give me your phone number? Yes, I can. Why? I have loads of questions to clear. So, I need your phone number. സെന്റൻസിന് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതുക. ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. ട്രൈ ഇറ്റ്, റീഡ് ഇറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ എഴുതിയത് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ആരെയും പുറത്ത് കാണിക്കണം എന്നോ ഒന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇംപ്രൂവ്മെന്റ് ആണ്, റൈറ്റിങ്ങിലോ സ്പീക്കിങ്ങിലോ വാട്ടവർ. പക്ഷേ അത് നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി അതിന് പറയുന്നതാണ് കോൺഷ്യസ് എഫേർട്ട് എന്ന്, അല്ലെങ്കിൽ സിൻസിയർ എഫേർട്ട് എന്ന്. കോൺഷ്യസ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്, അവിടെ റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് ട്രൈ ഇറ്റ്. നിറയെ സെന്റൻസുകൾ എഴുതുക, ഡിഫറെന്റ് സെന്റൻസ് എഴുതുക, ആൻസർ നിങ്ങൾ തന്നെ എഴുതുക, നിങ്ങൾ തന്നെ വായിക്കുക. അങ്ങനെ സെൽഫായിട്ട് പ്രവർത്തിക്കുക. എയിം എന്താണ്? സെൽഫ് ഇംപ്രൂവ്മെന്റ്. We can see the river from the kitchen window. ഇവിടെ കിച്ചൺ വിൻഡോയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ റിവർ കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. We can see it. We can see the river. ആ റിവർ കാണാൻ കഴിയുന്നു എവിടെ നിന്ന് നോക്കുമ്പോൾ?
ഫ്രം ദ കിച്ചൺ വിൻഡോ. കിച്ചൺ വിൻഡോയോട് നോക്കുമ്പോൾ വി ക്യാൻ സീ ദ റിവർ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. കുറച്ച് സെന്റൻസുകൾ ഡിഫറെന്റ് എഴുതാൻ ശ്രമിക്കുക. ആർക്കും നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല. സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ക്യാൻ യു സ്പീക്ക് ജർമ്മൻ? ജർമ്മൻ സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ യു സ്പീക്ക് ജർമ്മൻ? ക്യാൻ യു സ്പീക്ക് ഫ്രഞ്ച്? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? ക്യാൻ യു സ്പീക്ക് മലയാളം? എന്ത് വേണമെങ്കിൽ എഴുതുക. കുറേ അങ്ങോട്ട് എഴുതുക. നോ, ഐ കനോട്ട്. ക്യാൻ യു സ്പീക്ക് ജർമ്മൻ? ജർമ്മൻ സംസാരിക്കാൻ കഴിയുമോ? നോ, ഐ കനോട്ട്. യെസ്, ഐ ക്യാൻ. അങ്ങനെ എഴുതാം. ഡിഡ് യു സ്ലീപ്പ് വെൽ യെസ്റ്റർഡേ? ഇന്നലെ നീ നന്നായി ഉറങ്ങിയോ എന്നാ ചോദിക്കുന്നത്. ഡിഡ് യു സ്ലീപ്പ് വെൽ യെസ്റ്റർഡേ? നോ, ഐ കുഡിൻറ്റ്. എനിക്ക് കഴിഞ്ഞില്ല. യെസ്റ്റർഡേ ഐ റിട്ടേൺഡ് ഹോം അറ്റ് മിഡ് നൈറ്റ് ഓൺലി. മിഡ് നൈറ്റിലാണ് വന്നത്. സോ ഐ കുഡിൻറ്റ് സ്ലീപ്പ് വെൽ. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഡിഡ് യു സ്ലീപ്പ് വെൽ യെസ്റ്റർഡേ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ. അങ്ങനെ കുറേ ക്യാനും കുഡും ഉപയോഗിച്ചുകൊണ്ട് നിറയെ സെന്റൻസുകൾ എഴുതുക. ഇതൊക്കെ സംസാരിക്കാനാണെങ്കിലും നമുക്ക് ആവശ്യം വരും. ക്യാൻ യു സ്പീക്ക് ജർമ്മൻ? നീ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമോ? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? എന്നൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എഴുതാൻ ആദ്യം മനസ്സിലാക്കുക. എവറിത്തിങ് ഹെൽപ്സ്, എവറിത്തിങ് കൗണ്ട്സ്.